ഹേയ് ഡിയേഴ്സ്, വെൽക്കം ടു സായ ഡിസൈൻസ്. എൻ്റെ പേര് സാൻഡ്ര. നമ്മൾ ഇന്ന് കുറച്ച് തയ്യലിൻ്റെ ടിപ്സും ട്രിക്സൊക്കെയാണ് കേട്ടോ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾ തുടക്കക്കാരാണെങ്കിലും അല്ലെങ്കിലും തന്നെ നിങ്ങൾക്കിപ്പോൾ അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. ഇതേപോലത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തയ്യൽ കുറച്ചും കൂടെ സിമ്പിളായിട്ട് ഈസി ആയിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്കൊരു മടുപ്പ് കൂടാതെ എത്ര വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള കുറച്ച് വഴികളാണ് കേട്ടോ നമ്മൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സൂചിയാണ്. നിങ്ങൾ സൂചി ഇടുന്ന സമയത്ത് സൂചി കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ മെഷീനിലെ സൂചി ആകുമ്പോൾ ഈ ഒരു ഉരുണ്ട ഭാഗത്തിന് താഴെയായിട്ട് ഒരു ചാല് പോലുള്ളൊരു ഭാഗമുണ്ട്. നിങ്ങളത് കൈവച്ച് ഇങ്ങനെ തൊടുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകുള്ളൂ. ആ ഉരുണ്ട ഭാഗത്തിന് നേരെ താഴെയായിട്ട് തന്നെയാണ് അത് നമ്മൾ തയ്ക്കാൻ വേണ്ടി ഇരിക്കുന്നതിൻ്റെ ഇടത്തേക്ക് വരുന്നത് പോലെ വേണം നമ്മളത് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇനി നിങ്ങൾ സൂചി ഇടുന്ന സമയത്ത് ഈ ഒരു കാര്യം ശ്രദ്ധിച്ച് നോക്കുക. പിന്നെ സൂചിയൊക്കെ തുരുമ്പടിക്കാതെ നല്ല കെയറായിട്ട് തന്നെ കൊണ്ട് നടക്കുക. ഇതേപോലെ അതിൻ്റെ കവറിൽ തന്നെ ഇട്ട് വെക്കുവാണ് എന്നുണ്ടെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. ഇതിപ്പോൾ സൂചി എനിക്ക് ഈ മെഷീൻ വാങ്ങിയ സമയത്ത് കിട്ടിയിട്ടുള്ള സൂചിയാണ്. എൻ്റെ സൂചി അധികം ഒടിഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ട്രെയിലുള്ളത് ഫുൾ അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. ഇതിൻ്റെ കവറിൽ തന്നെ ഇട്ടിട്ടാണ് ഞാൻ സൂക്ഷിക്കാറുള്ളത്. അപ്പോൾ ഇതിപ്പോൾ മെഷീൻ വാങ്ങിയിട്ട് ഒരു 7 വർഷം ആവുന്നു. സെക്കൻഡ് മെഷീനായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ അവർ തന്നതായിരുന്നു ഈ ഒരു പാക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ കെയർ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് അതിൽ നിന്നൊന്നും യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. സൂചി ഒടിഞ്ഞൊന്നും പോയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് സൂചിയുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി ടിപ്പ് നമ്പർ 2, അതായത് ബോബിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ പറയുന്നത്. ബോബിൻ ചുറ്റുന്ന സമയത്ത് ബോബിൻ്റെ ഒരു സൈഡിൽ കുറച്ച് കൂടുതൽ നൂല് ചുറ്റിയിട്ട് അവിടെ കുറച്ച് വണ്ണം കൂടുതൽ, മറ്റേ സൈഡിൽ വണ്ണക്കുറവ്, അങ്ങനെ ചുറ്റരുത്. നിങ്ങൾ ചുറ്റുമ്പോൾ ഒരേ ലെവലിൽ തന്നെ അതിൻ്റെ ഉള്ളിൽ നിൽക്കുക. നൂല് ചുറ്റുന്നത് പ്രോപ്പറാണ്, ലൂസ് അല്ലാണ്ട് ആവശ്യത്തിനുള്ളൊരു ടൈറ്റിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോബിൻ്റെ ഭാഗത്തു നിന്നും വേറെ ഇഷ്യൂസൊന്നും വരത്തില്ല. പിന്നെ ഈ ബോബിൻ നമ്മൾ കേസിലിടുന്ന സമയത്ത് തുരുമ്പൊന്നും ഇല്ലാത്ത കേസിലിടുക. പിന്നെ അതൊന്ന് ചുറ്റുന്ന സമയത്താണെങ്കിൽ തന്നെ ഒരുപാട് ഫുള്ള് ചുറ്റിയിട്ട് ആ ഒരു ടൈറ്റ് വരില്ലേ, നമ്മൾ ആ ഒരു ബോബിൻ ഫുള്ളായിട്ട് ചുറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടൈറ്റ് വരും. അപ്പോൾ ഇതേപോലെ ഒരു ചെറിയ ലൂസ് നമുക്ക് വേണം. എന്നാൽ ഒരുപാട് ലൂസാവാനും ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല. ആ ഒരു രീതിയിൽ വേണം നൂല് ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ തുരുമ്പില്ലെന്ന് എന്തായാലും ഉറപ്പ് വരുത്തണം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നൂല് പൊട്ടാണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നൂല് പൊട്ടിപ്പോയി നിങ്ങൾക്ക് തന്നെ ഒരു മടുപ്പ് വരും തയ്ക്കുന്ന സമയത്ത്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഈ ട്രിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ട്രിക്ക് എന്ന് പറയുന്നത് നമ്മൾ എപ്പോൾ തയ്ക്കാനിരുന്നാലും നമുക്ക് ആവശ്യം വരുന്നൊരു സാധനമാണ് ക്രോസ് പീസ് എന്ന് പറയുന്നത് അല്ലേ. ക്രോസ് പീസ് എങ്ങനെയാണ് കറക്റ്റായിട്ടും നീറ്റായിട്ടും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് ഇപ്പോൾ പേപ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ ഈ പേപ്പർ നിങ്ങളുടെ മെറ്റീരിയലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ മെറ്റീരിയലിനെ നടുവേ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. പേപ്പർ ആയതുകൊണ്ട് തന്നെ മടങ്ങുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ആ ഒരു പാടുണ്ടാവും. മെറ്റീരിയൽ ആണെങ്കിൽ നിങ്ങൾ അതിൻ്റെ സെൻറ്റർ പോർഷനിൽ എന്തെങ്കിലും സ്കെയിൽ യൂസ് ചെയ്തിട്ട് വരച്ചു കൊടുത്താൽ മതി കേട്ടോ, ആ ഒരു സെൻറ്റർ കണ്ടുപിടിച്ചതിന് ശേഷം. അപ്പോൾ ഇതേപോലെ ഞാൻ ആ ഒരു മടക്കിൻ്റെ പോർഷനിൽ ഒന്ന് പേന വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു ലൈൻ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇത് മെറ്റീരിയലാണെന്ന് വിചാരിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരേ രീതിയിൽ തന്നെ ഇപ്പുറത്തേക്കും പിന്നെ താഴത്തേക്കും വരച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് അവിടെ മുന്നേ വരച്ചതുപോലത്തെ ലൈൻസ് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ചെറിയ ഡോട്ടഡ് ലൈനായിട്ട് ഇട്ട് കൊടുത്താലും സ്ട്രെയിറ്റ് ലൈനായിട്ട് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ക്രോസ് പീസ് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ ആ ഒരു സെയിം മെത്തേഡിൽ താഴത്തേക്ക് ഫുള്ളായിട്ട് തന്നെ ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരേ സൈസിലുള്ള നിങ്ങൾക്ക് ആ ഒരേ ചരിവിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിൽ ചുളിവുകളോ മടക്കുകളോ ഒന്നും തന്നെ നമ്മൾ മെറ്റീരിയലിൽ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് വരത്തില്ല. അത് കറക്റ്റായിട്ടുള്ള ക്രോസ് പീസ് ആയിരിക്കും. നിങ്ങൾ ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് കത്രിക വെച്ച് കട്ട് ചെയ്ത് എടുക്കരുത്. അങ്ങനെ ചെയ്യുന്നവരെ ഞാൻ ഒരുപാട് പേരെ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ചുമ്മാ പീസ് എടുത്ത് ചരിച്ച് വെച്ചിട്ട് അങ്ങോട്ട് കന്നം പിന്നെ വെട്ടിക്കളയുന്നവരെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിനൊക്കെ ഒരു കണക്കുണ്ട്. എന്നാലേ അതിൻ്റെ ആ ഒരു കറക്റ്റ് മെത്തേഡിൽ നമുക്ക് ചെയ്യാനും ആ ഒരു ചുളിവുകളൊന്നും കൂടാതെ തന്നെ ഇപ്പോൾ വള്ളിക്കാണെങ്കിലും നിങ്ങൾക്കിപ്പോൾ നെക്കിനൊക്കെ വെക്കാനാണെങ്കിലും ഒക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ നമ്മളൊരു ക്രോസ് പീസ് വെട്ടിയെടുക്കുകയാണ്. ഒരു ക്രോസ് പീസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് അടുത്തതും കൂടെ വെട്ടിയെടുക്കാം. കണ്ടോ, ആ ഒരു സെയിം അളവിൽ തന്നെ നമുക്ക് അടുത്ത ക്രോസ് പീസും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ മെറ്റീരിയലിൽ നിന്ന് ഈസി ആയിട്ടും കറക്റ്റായിട്ടും ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കേണ്ട രീതി എന്ന് പറയുന്നത്.
ഇനി നമുക്ക് എന്താ പഠിക്കേണ്ടത്? ഈ ക്രോസ് പീസ് എങ്ങനെ അറ്റാച്ച് ചെയ്യാമെന്ന് പഠിച്ചാലോ? അടുത്ത ട്രിക്ക് അതാണ് കേട്ടോ. ക്രോസ് പീസ് ഇതേപോലെയാണ് വെച്ച് കൊടുക്കേണ്ടത്. നമ്മൾ 2 പീസും കൂടെ വെക്കുമ്പോൾ നടുക്കൊരു ട്രയാങ്കിൾ പോലെ നമുക്ക് തോന്നണം. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് വേണം നിങ്ങളൊരു 1/4 ഇഞ്ച് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നും കൂടെ ഞാൻ പേന വെച്ച് വരച്ച് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇതേപോലെ 2 മെറ്റീരിയൽ എടുത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ടൊരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഇതേപോലെ ഈ ഒരു രീതിയിൽ ഇവിടെ ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. മനസ്സിലായോ? പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും നല്ലതായിട്ട് ലോക്ക് ചെയ്യുക. ലോക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രയോജനം ഇല്ലാതെ പോകും. ഇത് ലോക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ആ ഒരു രൂപം എന്ന് പറയുന്നത് ഇതേപോലെ ആയിരിക്കും. ഇത് 2 തുണിയാണെന്ന് നമുക്ക് തോന്നാത്ത രീതിയിൽ കണ്ടോ ഇതേപോലെ നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അത് ഒരൊറ്റ ലൈനായിട്ട് തന്നെ ഒരൊറ്റ തുണിയിൽ നമുക്ക് കിട്ടുന്നത് പോലെ ഉണ്ടാവും. ഇനി അടുത്ത ട്രിക്ക് പറഞ്ഞുതരാം. അടുത്ത ട്രിക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ തയ്ക്കാൻ വേണ്ടി തുണി എടുത്ത് വെച്ചു, തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. തയ്ച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങളുടെ തുണിയുടെ താഴത്തെ ഭാഗത്ത് നൂല് മോശമായിക്കൊണ്ടിരിക്കുകയാണ്, സ്റ്റിച്ച് കറക്റ്റായിട്ട് വരുന്നില്ല. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ മേളിൽ ഒന്നെങ്കിൽ സൂചിയുടെ പ്രശ്നം അല്ലെങ്കിൽ മേളിൽ നിങ്ങൾ നൂലിട്ടതിൻ്റെ പ്രശ്നമായിരിക്കും. ഇനി അതേപോലെ തന്നെ മേളിലത്തെ സ്റ്റിച്ചാണ് നിങ്ങൾക്ക് കേടായിട്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ മെഷീൻ്റെ താഴത്തായിരിക്കും അതിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത്. താഴത്ത് നിങ്ങൾ ചിലപ്പോൾ ബോബിൻ ഇട്ടതോ കേസ് ഇട്ടതോ അതിൻ്റെയൊക്കെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. പിന്നെ ഇനിയൊരു ട്രിക്കും കൂടെ ഇതിൻ്റെ കൂടെ പറഞ്ഞുതരാം. നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നീഡിൽ ബാഡിൻ്റെ താഴെയായിട്ടൊക്കെ ഒന്ന് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഒന്ന് തൂത്ത് കൊടുക്കുക. പൊടിയൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സ്റ്റിച്ച് കറക്റ്റായിട്ട് വരത്തില്ല. അപ്പോൾ സ്റ്റിച്ച് തെറ്റി പോകുമ്പോൾ ഇനി ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇങ്ങനെ നോക്കുന്നതിലൂടെ എവിടെയാണ് തെറ്റ് വരുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും, താഴെയാണോ മേളിലാണോ എന്നുള്ളത്. ഇനി അടുത്ത ടിപ്പ് പറഞ്ഞു തരാവേ. അടുത്ത ടിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും തയ്ക്കാൻ നേരത്ത് ഇതേപോലത്തെ ടേപ്പ് യൂസ് ചെയ്യുന്നവരായിരിക്കും അല്ലേ? നിങ്ങൾ ടേപ്പ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഒട്ടുമിക്ക ആൾക്കാരും സെൻറ്റിമീറ്റർ കണക്കാക്കിയിട്ട് മെഷർമെൻറ്റ് എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ എടുക്കുന്നതിനേക്കാളും എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ള മെത്തേഡ് നമ്മൾ ഇഞ്ച് തന്നെ സ്റ്റാർട്ടിങ്ങിലേ തൊട്ട് പഠിക്കുന്നതാണ്. ഇഞ്ച് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് മെഷർമെൻറ്റ് എടുത്ത് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അതാണ് കുറച്ചും കൂടി എളുപ്പമായിട്ടും വരുന്നത്. അപ്പോൾ ഇഞ്ച് നോക്കിയിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ 100 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 1 മീറ്ററാണ് അല്ലേ? അപ്പോൾ 100 സെൻറ്റിമീറ്റർ നമുക്കൊരു 39.5 ഇഞ്ചിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതേപോലെ നിങ്ങൾ ഈ സെൻറ്റിമീറ്റർ എന്നുള്ളത് ഒഴിവാക്കിയിട്ട് അത് ഇഞ്ചിൽ തന്നെ ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. അപ്പോൾ ഇനി നിങ്ങൾ ടേപ്പ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇഞ്ചിൽ തന്നെ ചെയ്യാൻ നോക്കുക. അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മെഷർമെൻറ്റ് എടുക്കുമ്പോഴും അതേ ഇഞ്ചിൽ തന്നെ എടുത്തു പോവുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ സെൻറ്റിമീറ്ററും ഉണ്ട് ഇതിൻ്റെ സൈഡിൽ തന്നെ, പിന്നെ ഇഞ്ചും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് 39.5 അത്രയും ഇഞ്ചാണ് നിങ്ങൾക്ക് 1 മീറ്ററായിട്ട് കിട്ടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് റൗണ്ട് ചെയ്ത് 40 ആക്കിയിട്ടും എടുക്കാം, മെറ്റീരിയലൊക്കെ എടുക്കാൻ പോകുന്ന സമയത്ത്. ഇനി അടുത്തൊരു ട്രിക്കാണ്. നമ്മൾ കത്രിക വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവില്ലേ ഷോപ്പിലൊക്കെ? കത്രിക വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ ഒരു ചെറിയ പീസ് തുണിയും കൂടെ കൊണ്ടുപോവുക. മനസ്സിലായോ? തുണിയും കൂടെ കൊണ്ടുപോകുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് നോക്കുക. കട്ട് ചെയ്ത് നോക്കിയിട്ട് മാത്രം കത്രിക വാങ്ങിക്കുക കേട്ടോ. ക്യാപ്പുള്ള കത്രിക നോക്കി വാങ്ങിക്കുക. അപ്പോൾ കട്ട് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ചില ഭാഗത്തൊന്നും ചിലപ്പോൾ കട്ട് ആവത്തില്ലായിരിക്കും. നമ്മൾ പുതിയതാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ തന്നെ ചില പോർഷൻസിൽ കട്ട് വീഴത്തില്ല. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ചെറിയൊരു പീസ് തുണി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് നോക്കിയിട്ട് തന്നെ വാങ്ങിക്കാം. അതേപോലെ തന്നെ തുണി മുറിക്കുന്ന കത്രിക വെച്ചിട്ട് വേറെ ഒന്നും മുറിക്കാതിരിക്കുക. പേപ്പറൊക്കെ ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യാത്ത കത്രിക ആയതുകൊണ്ടാണ് പേപ്പർ കട്ട് ചെയ്ത് കാണിച്ചത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടിപ്സും ട്രിക്സൊക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ. നമ്മൾ അടുത്ത വീഡിയോയിൽ ബാലൻസ് പറയാം, അല്ലെങ്കിൽ ഒരുപാട് ലെങ്തി ആയി പോകും. ഇനിയും ഒരുപാട് ടിപ്സൊക്കെ ഉണ്ട് നമുക്ക് തയ്യലിൽ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.